വൈശാലി വാ നമുക്ക് പോവാം. என்னடிங்க ஓடி போக பாக்குறியா? ஒரு தவணை போயப்போ நாங்க எத்தனை கஷ்டப்பட்டோம் தெரியுமா உனக்கு? நடக்கடி, எங்கடி போக பாக்குற? என்ன பத்தி உனக்கு தெரியாது. പവർ ഓൺ ചെയ്. എടാ വേണ്ട, അത് അപകടവാ. പറയുന്നത് കേക്ക്. പവർ ഓൺ ചെയ്യാൻ. வாடி வா. ஒன்னு ஆண்டவா, கரண்ட் வந்தாச்சு. ஏய் போடி அங்க. എന്നാച്ച്? இவளு நம்மட எல்லாம் கண்ணு வெட்டிச்சு இருட்டுல எங்கேருந்து ஓடி போக பாத்துட்டு இருந்தா. ஏய் எங்க நீ ஓடி போனாலும் ஏன் முருகேசனோட பொண்ணு நீ. அவங்கிட்ட உன் திமிரு நடக்காது. அவன் வந்தா நின்ற கையை காலு தள்ளி உடைச்சு மூலையில அடிச்சு. അടച്ചി പിന്നെയും പോയാച്ച്. എവണ്ട ഇങ്ങനെ കറണ്ട് തരുന്നു എടുക്കുന്നു. ഏയ് ആ കറണ്ട് കണ്ട് ഫോൺ അടിയിടാ. ഇനി ഒരു തവണ കൂടി കറണ്ട് വന്നു പോയി അവന്റെ പവർ സ്റ്റേഷൻ മൊത്തം കത്തിച്ചിട. അമ്മ അയ്യോ, யாரடா എന്നെ തല്ലിയത്? ഏയ് പാരുകടാ. അയ്യോ എന്റെ തല ഒടിച്ചിട്ടാനേ. டேய் போடா. யாருன்னு சொல்லுங்கடா. ஐயோ கடவுளே, என்னடா നോക്കി നിൽക്കുന്നത്? யாருன்னு தெரியலையே. ഈ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കണം. സന്യാസിയായതിനു ശേഷമുള്ള മൊത്തം അനുഭവം പറഞ്ഞു. സ്വാമി ആയതിനു ശേഷം എന്റെ സർവ്വതും പോയത്. പ്രസന്റ് പ്രോബ്ലം എന്റെ ഭാര്യ അടനിയ. നിങ്ങളെല്ലാവരും TV ചാനലുകാരല്ലേ? ഇതാ എന്റെ ഭാര്യയുടെ ഫോട്ടോ. ഈ ഫോട്ടോ TV-യിൽ കാണിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കേ. ശിവാനിയാണ് സ്വാമിയുടെ ഭാര്യ. എന്റെ ഭാര്യ നിനക്കൊക്കെ എങ്ങനെ അറിയാം? അവര് ഞങ്ങളുടെ നല്ല ഫ്രണ്ട് അല്ലേ? ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഫ്രണ്ട് അല്ല, ഞങ്ങള് മണാലിയിൽ ഒരു ആശ്രമത്തിൽ വെച്ച് അവരെ പരിചയപ്പെട്ടു. എന്റെ ഭാര്യ മണാലിയിലുണ്ടെന്നോ? അതെന്നെ. സ്വാമി പോയതിനു ശേഷം അവര് വേറൊരാളെ കല്യാണം കഴിച്ചു. അയാള് പട്ടുസാരി വാങ്ങിച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് ഒളിച്ചോടി പോയി സന്യാസിനി ആയതല്ലേ? മണാലിയിൽ വെച്ച് എന്നോട് പറയാഞ്ഞത് എന്താടാ? അവിടെ വെച്ചാ പറഞ്ഞിരുന്നെങ്കിൽ എപ്പോഴേ ഒന്നായനല്ലോ. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ടാ. ദൈവം എന്റെ ഭാര്യ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടെത്താ. അല്ലെങ്കിൽ അവളുടെ അഡ്രസ് ഞാൻ തന്നെ പോയിക്കോളാം. നല്ല ഗ്യാപ്പായി പോയടാ. സ്വാമി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങളെ തമ്മിൽ ചേർക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ശരിയാക്കട്ടെ. ஏய் எணிரடி எழுந்திரடி. நல்லோட அலங்கரிக்கடா. பாரு, இன்னைக்கு ஹாஸ்பிடல்ல இருந்து வர என் மகன் முருகேசன். அவனுக்கு இவளுக்கு இன்னைக்கு ஃபர்ஸ்ட் நைட். எதுக்கடி கண்ணீர் ஒழுக்குன? உனக்கு ஃபர்ஸ்ட் நைட் வேண்டாம்? என் முருகேசனை வேண்டாம்? இந்த மோந்தைக்கு என் மோனை கிட்டியது பாக்கியடி. இந்த நாடிலும் நாட்டிலுள்ள எல்லாருக்கும் அவ ஹீரோவாடி. 6 feet. ஏய் இங்க வாடி, இவளை கொண்டு போ. ஏய் இவளை சீக்கிரம் ரெடியாக்கு. നോക്ക, അവളെ பார்த்து പഠിച്ചോ. இந்த மாதிரி കുറെ அழுது நிலவழிச்சதா. இப்ப നോക്കേ, 1-2 ദിവസം முடிஞ்சா எல்லாரும் சேர்ந்து പൊയ്ക്കോളും. டேய் முருகேசா, சித்தப்பா என்ன சீக்கிரமா பாப்பா. உனக்கு இன்னைக்கு முதல் ராத்திரி. ഇന്നേക്ക് മുതൽ രാത്രിയാ? മുതൽ രാത്രി എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? ഫസ്റ്റ് നൈറ്റ് എടാ. ആഹാ, ഇത് എന്തൊരു ജാതക. ചത്ത് ജീവിച്ചിട്ട് നേരെ മധുവിന് പോകുന്നു. ആഹാ, ஞாபகம் வருதே என் முதல் ராத்திரிய நினைச்சனக்கொரு ஞாபகம் வருதே. ഇവിടെ ഇവിടെ ബാലു, ഇന്ന് രാത്രി മുരുകേശന് ഫസ്റ്റ് നൈറ്റ് ആണെന്ന്. ബാലു, അവര് കണ്ടെന്നാ തോന്നേ. രവി, നിങ്ങൾ വേഗം പൊയ്ക്കോ. ശരി, ഇത് ഞാൻ നോക്കിക്കോളാം. ചെല്ലു.
എണീറ്റ് വീട്ടിൽ പോടാ. പോടാ. പോ. ഹലോ എന്താടാ എന്താ മറ്റവന്റെ ഫോൺ കൊടുക്ക്, അടുത്തുള്ളവന്റെ ഫോൺ കൊടുക്ക്. ഡേയ്, അടുത്തുള്ളവന്റെ ഫോൺ കൊടുക്കടാ. ആരാണ്? അയ്യോ, കള്ള നായ്ക്കള്. അവന്മാരെ ഞാൻ ടോർച്ചർ ചെയ്യുന്ന എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കാം. ഹലോ ഹലോ, വണക്കം അപ്പാ. യാറപ്പാ നീ? നിന്റെ അപ്പൻ ഞാനാപ്പാ, ബാലഗോപാൽ. ബാലഗോപാല? മറന്നുപോയടാ. മറന്നുപോയെങ്കിലേ നീ നിന്റെ മുരുകേശനോടൊന്ന് ചോദിക്ക്. നിനക്കൊന്ന് റിവെഞ്ച് ചെയ്യാൻ അറിയില്ലടാ. പകരം വീട്ടുന്ന കാര്യം മറന്നുപോയടാ. എന്നോട് മുട്ടാൻ പേടിയാതുകൊണ്ടാണോടാ. നാട്ടിലേക്ക് വാ, നാട്ടിലേക്ക് വാ, വാ വാന്ന് കൊറേ നീ വിളിച്ചില്ലേ? ഞാൻ നിന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടാ. ഇന്നത്തെ രാത്രി നിങ്ങളുടെയൊക്കെ കാളരാത്രിയാടാ. ഇങ്ങ വാടാ, ഇവിടേക്ക് വാടാ. വന്നാ നീ എന്ത് ചെയ്യും പറയടാ. ആ ബാലഗോവിന്ദ് ഇവിടെ ഉണ്ട്, വേഗം പോയി പിടിച്ചോണ്ട് വാ. എന്താ അവൻ ഇവിടെ ഉണ്ടെന്നോ? അപ്പാ, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി, എനിക്ക് അവനെ വേണം. ഞാൻ അങ്ങോട്ട് വരിക. സാർ എനിക്ക് അവനെ ഒന്ന് വേണം. വന്നേ സാർ. ഈ ഡിസ്ചാർജ് രജിസ്റ്ററിൽ ഒന്ന് സൈൻ ചെയ്തിട്ട് പോ സാർ. ആ ബെഡ് അങ്ങനെ തന്നെ ഇട്ടോ, ആളിപ്പോ എത്തും. ശരി. ആ ബെഡ് വിടാഞ്ഞ് നന്നായി. അപ്പൊ തുടങ്ങാല്ലേ? ഡാ, ഡാ. നിന്നെ ഞാൻ പഴയ പകയോട് അടിക്കാണെന്നാണോ കരുതിയത്? അല്ലേ അല്ല, ഇത് ഫ്രഷാ. നിന്നോടൊരു പുതിയ ന്യൂസ് പറയട്ടെ. നീ ഭാര്യ എന്ന് കരുതുന്നില്ലേ വൈശാലി? അവൾ എന്റെ ഭാര്യയാൻ പോവാ. നിനക്ക് വിശ്വാസമായില്ലേ? എന്താടാ ഇന്ന് എന്റെ ഫസ്റ്റ് നൈറ്റാ? മധുവിധു ആണോന്ന്? പിന്നെ